പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാവുകയാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിച്ച ആഹ്, ഒരുപാട് ആയുധങ്ങൾ അതൊക്കെ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ചൈന നൽകിയിട്ടുള്ള ആയുധങ്ങളാണ്. അതൊക്കെ ഇന്ത്യക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ചൈനയോട് ചില ആയുധങ്ങൾ, അതായത് ഈ അന്തർവാഹിനികൾ, ആണവ ശക്തിയിൽ പ്രയോഗിക്കുന്ന അന്തർവാഹിനികൾ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ചൈന നൽകാനായിട്ട് തയ്യാറാവുന്നില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? എന്തുകൊണ്ടാണ് ചൈന ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിരാകരിക്കുന്നത്? ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ രൂപപ്പെടുകയാണോ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് പാകിസ്ഥാൻ ചൈനയോട് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ കൊടുക്കണമെന്നും സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകണമെന്നും, അതായത് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളിൽ ഘടിപ്പിക്കാനായിട്ട് ബാലിസ്റ്റിക് മിസൈൽ കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടത്. അത് മറ്റൊന്നും നോക്കാതെ, ആലോചിക്കാതെ ചൈന ആ അപേക്ഷ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. ഇത് പാകിസ്ഥാനിലെ ഞെട്ടിച്ചു എന്നത് ഞാൻ പറയുന്നില്ല. കാരണം പാകിസ്ഥാനിലെ അത്യാവശ്യം വിവരമുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കന്മാർക്കും അറിയാം, ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനും ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ കൊടുത്തിട്ടില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സീക്രട്ടാണ്. അതിനാകെ ഒരു അപവാദം, റഷ്യ ഇന്ത്യക്ക് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വാടകയ്ക്ക് നൽകുമ്പോഴും ആ സമയത്ത് തന്നെ ഇന്ത്യക്ക് അതിൻ്റെ ടെക്നോളജി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റഷ്യ അത് നൽകിയത്. ഇന്ത്യ ഇപ്പോൾ സ്വന്തമായിട്ട് അണുശക്തി കൊണ്ട്, അത് എത്ര വർഷത്തിന്റെ പ്രയത്നമാണെന്നറിയാം. 1970-കളിലാണ് ഇന്ത്യ ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി. അത് വിജയിക്കുന്നത് ഏതാണ്ട് 2014 ആവുന്ന ആ ഒരു 2010 ശേഷമാണ്. അപ്പൊ നമുക്കറിയാം അത് എത്രമാത്രം ഈ പ്രയത്നം ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഇന്ത്യക്ക് അത് സാധിച്ചെടുത്തത്, ഇന്ത്യക്ക് സ്വന്തമായി ആണവ റിയാക്ടറുകൾ ഉണ്ടാകാൻ, അത് പിന്നീട് ചെറുതാക്കി മിനിയേച്ചർ ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുടെ പ്രൊപ്പല്ലന്റ് എന്ന് പറയുന്നത്, അതിന് ശക്തി കൊടുക്കുന്നത്, ത്രസ്റ്റ് കൊടുക്കുന്നത് ശരിക്കും ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ, മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടർ ഡിസൈൻ ചെയ്ത് ഒരു അന്തർവാഹിനിയുമായിട്ട് അത് ഘടിപ്പിച്ച് കൃത്യമായിട്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി കൈവരിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണവ മേഖലയിൽ ആണവ പരീക്ഷണം സ്വന്തമായിട്ട് 1970-കളിൽ തന്നെ അണുപരീക്ഷണം സ്വന്തമായിട്ട് നടത്തിയ രാജ്യമാണ്. സ്വന്തമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഊർജോൽപാദനത്തിനായിട്ട് ഉൽപ്പാദിപ്പിച്ച രാജ്യമാണ്. എന്തിന്, ലോകത്തിൽ ഇന്ത്യക്കും റഷ്യക്കും മാത്രമാണ് ഓപ്പറേഷനിലായിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ കാറ്റഗറിയിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉള്ളത്. അപ്പോൾ ആ ഒരു രാജ്യമായി ഇന്ത്യക്ക് ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി വാടകയ്ക്ക് നൽകിയത് റഷ്യ അതുകൊണ്ടാണ്. കാരണം ഇന്ത്യക്ക് സാങ്കേതികവിദ്യ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാന് ഇന്ത്യയോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി നിർമ്മിക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു. അവരതിൽ പരാജയപ്പെട്ടു. നിരന്തര പരാജയത്തിന് ശേഷം അവരത് തിരിച്ചറിഞ്ഞു, അവരെ കൊണ്ട് സാധ്യമാവുന്നതല്ല ആ ജോലിയെന്ന്. അങ്ങനെയാണ് അവർ ചൈനയോട്, ചൈന നിർമ്മിച്ച ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി അവർക്ക് വിലയ്ക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്. വിലയ്ക്കോ വാടകയ്ക്കോ, രണ്ടിനും ചൈന തയ്യാറായിട്ടില്ല. ഇനി അങ്ങനെ ഒരു അന്തർവാഹിനി കിട്ടിയാൽ മാത്രം പോരാ, അതിൽ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന കാറ്റഗറിയിലുള്ള മിസൈലുകൾ ഉണ്ടാവുകയും വേണം. അങ്ങനെയുള്ള മിസൈൽ നിർമ്മിക്കുന്നത് എളുപ്പമല്ല. ഇന്ത്യ തന്നെ അതിൻ്റെ ലോങ് റേഞ്ച് മിസൈൽ ഇതുവരെ നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. അത് ഈ അടുത്ത സമയത്ത് അതിൻ്റെ പോപ്പ് ടെസ്റ്റ് മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് K-15 എന്ന 750 കിലോമീറ്റർ ദൂരം പോകുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈല്, K4 എന്ന് പേരിട്ടിട്ടുള്ള 3500 കിലോമീറ്റർ റേഞ്ചുള്ള മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ. ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ഓപ്പറേഷണലായിട്ടുള്ളത്. മൂന്നാമത്തേത് K5 ആദ്യ പരീക്ഷണങ്ങൾ വിജയമായിരുന്നു. അത് ഏതാണ്ട് 6000 കിലോമീറ്റർ.
അതിനോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പം K6 വികസിപ്പിക്കുന്നുണ്ട്. അതിന് 10,000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഈ മിസൈലുകളൊക്കെ തന്നെ അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള. അപ്പൊ എന്താണ് ഈ മിസൈലുകളുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഒരു അണുവായുധ ആക്രമണം ഉണ്ടായാൽ സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയാണ്. അതായത് കടലിനടിയിൽ ഒരു അണുവായുധം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനിയിലെ 7 8 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇപ്പൊ ഇന്ത്യയുടെ K4 അതായത് അരിഹന്ത് ക്ലാസ്സിലുണ്ട്. അത് ഇന്ത്യക്ക് നേരെ ഒരു അനുഭവം വിട്ടാൽ ഇന്ത്യയുടെ ആണവ കേന്ദ്രങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് തകർത്താലും ഈ കടലിനടിയിൽ ആരും അറിയാത്ത എവിടെയോ താഴ്ന്നു കിടക്കുന്ന പതുങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ അരിഹന്ത് അന്തർവാഹിനികൾ ശത്രുവിന് നേരെ ഈ അണ്വായുധം പ്രയോഗിക്കും. അത് പിന്നെ കാനിസ്റ്റേഴ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓൾറെഡി മിസൈലുമായിട്ട് മേറ്റ് ചെയ്ത വാർഹെഡുകളായിരിക്കും. അതായത് ഉത്തരവ് കിട്ടിയാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ, ഇപ്പോൾ പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യയുടെ അണുവായുധ കേന്ദ്രങ്ങളെ എല്ലാം ആക്രമിച്ച് നശിപ്പിച്ചാലും നമ്മുടെ അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ട ഒരു 1 2 അന്തർവാഹിനികൾ മതിയാകും മുഴുവൻ പാകിസ്ഥാനെയും ചൈനയെയും നശിപ്പിക്കാൻ. തിരിച്ച് ചൈനയ്ക്കും ഉണ്ട് ഇതുപോലെ. ഇന്ത്യയെക്കാൾ അധികം, അതായത് ചൈനയ്ക്ക് ഇപ്പൊ തന്നെ 10,000 കിലോമീറ്ററോളം റേഞ്ചുള്ള സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമേ ഈ പിന്നെ ഇത്തരത്തിലുള്ള അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഏഷ്യയിലുണ്ട്. പിന്നെ ഉള്ളത് US, നാറ്റോയുടെ ഭാഗമായിട്ട് പിന്നെ ഫ്രാൻസിനും ബ്രിട്ടനും ഉണ്ട്, റഷ്യക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്. ജപ്പാനൊന്നും ഇത്തരം അന്തർവാഹിനികളൊന്നുമില്ല, ദക്ഷിണ കൊറിയയ്ക്കുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് അതീവ പിന്നെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. പാകിസ്ഥാന് കൈവശം ഈ മിസൈൽ വരുന്നതിനെ ചൈനയ്ക്ക് പോലും താല്പര്യമില്ല. കാരണം ഈ മിസൈൽ പാകിസ്ഥാന്റെ കയ്യിൽ വന്നാൽ അത് ഒരുപാട് തീവ്രവാദ സംഘടനകൾക്ക് പോലും ആ ടെക്നോളജി കൈമാറ്റപ്പെടും എന്നാണ് ചൈന ഭയക്കുന്നത്. ഒടുവിൽ ഒരുപക്ഷെ ഉയ്ഗൂർ തീവ്രവാദികളുടെ കയ്യിൽ വന്നിട്ട് അത് ചൈനയ്ക്ക് നേരെ വേണമെങ്കിൽ പ്രയോഗിക്കാം. അതിനും സാധ്യത. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെയുള്ള ഇപ്പം സക്കീർ നായിക്കൊക്കെ ഉണ്ട്. അവരെ പോലുള്ള ആൾക്കാരെ എവിടുന്നെങ്കിലുമൊക്കെ പണം സംഘടിപ്പിച്ച് ഇത്തരം ഒരു അന്തർവാഹിനി കൊണ്ടുപോയാലോ, പാകിസ്ഥാനിലെ തന്നെ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ അന്തർവാഹിനി തട്ടിയെടുത്താലും നടക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാനിലെ സൈന്യത്തെ പോലെ തന്നെ ശക്തമാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, പാകിസ്ഥാൻ ചൈനയ്ക്ക് ഇങ്ങനെ ഒരു പിന്നെ അന്തർവാഹിനി നൽകിയാൽ പാകിസ്ഥാനിലെ ഗ്വദർ തുറമുഖം കൊടുക്കാമെന്നുള്ളതാണ്. ചൈനയ്ക്ക് ആ ഗ്വദർ തുറമുഖം ആവശ്യമില്ല ഇപ്പോഴും. കാരണം ചൈന ഗ്വദർ തുറമുഖത്തിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യും, കോടാനുകൂടി. പക്ഷേ അവിടുന്ന് യാതൊരു റിട്ടേണും ഇല്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആ തുറമുഖം ഒരു നിമിഷം അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാലിച്ചു വന്നാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ബലൂചിസ്ഥാൻ പ്രോവിൻസിലുള്ള ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് തുറമുഖത്തെ മറ്റു നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളൊക്കെ തന്നെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. തൊട്ടപ്പുറത്ത് ഇറാൻ ഏറ്റവും വലിയ അപകടമുള്ള രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനും ഒട്ടും മോശമല്ല. അതായത് പാകിസ്ഥാന് ഈ ഒരു തുറമുഖത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് ചൈനയെ സംബന്ധിച്ച് ഈ ഒരു തുറമുഖം യൂസ്ലെസ് ആയിട്ടുള്ള തുറമുഖമാണെന്നാണ് ഇപ്പൊ ചൈന വിലയിരുത്തുന്നത്. ചൈന അവിടെ കൊണ്ട് നഷ്ടപ്പെടുത്തിയ കോടികൾ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് ചൈന ഇപ്പോൾ ഗവേഷണം നടത്തുന്നത്. ഇനി അതുമല്ല, അത് കാരണം അവർക്ക് ഇതിനകത്തിൽ ഈ പ്രോജക്റ്റിൽ വലിയ താല്പര്യം, കാരണം ചൈനയ്ക്ക് ഇതുകൊണ്ട് ഒരു സാമ്പത്തിക നേട്ടവുമില്ല. ഇനി അടുത്ത കാരണം, ഇങ്ങനെ ഒരു ഡീല് ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയാൽ ഒരുപക്ഷെ അമേരിക്ക പോലും ചൈനയ്ക്കെതിരെ മറ്റു ഉപരോധങ്ങളുമായിട്ട് വരും. അതായത് ഇത് വലിയൊരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടും സൈനിക വിഷയമായിട്ടും ഇത് മാറും. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാനായിട്ട് ഒരു കാരണവശാലും ചൈന ആഗ്രഹിക്കുന്നു. ചൈന മറ്റ് ആയുധങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ചൈനയുടെ ഏറ്റവും പുതിയ J-35 എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ പാകിസ്ഥാന് നൽകും, എല്ലാം ചെയ്യും. പക്ഷേ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി അതിനൊക്കെ മുകളിലാണ്, അതുക്കും മേലെ. സ്വാഭാവികമായിട്ടും അതുപോലെ ഇങ്ങനെ ഒരു അന്തർവാഹിനി പാകിസ്ഥാന്റെ കൈവശം വന്നാൽ ദക്ഷിണേഷ്യയിലെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് അത് കൊണ്ടെത്തിക്കും.
ഇതെല്ലാം കണക്കിലെടുത്തപ്പോൾ ചൈന ബുദ്ധിപൂർവമായ ഒരു തീരുമാനമെടുത്തു. പാകിസ്ഥാന് ഇത്തരം അന്തർവാഹിനികൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽ ഇത് രണ്ടും നൽകാനോ ടെക്നോളജി കൊടുക്കാനോ ഒന്നും ചൈന തയ്യാറല്ല. പാകിസ്ഥാൻ വേണമെങ്കിൽ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കട്ടെ. പാകിസ്ഥാൻ ഇനി ഒരു അരനൂറ്റാണ്ടെങ്കിലും പിടിക്കും ഇത്തരം ഒരു അന്തർവാഹിനി നിർമ്മിക്കാനോ ഇത്തരം മിസൈലുകളോ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ. ടെക്നോളജി എവിടുന്നെങ്കിലും മോഷിച്ചെടുത്താൽ അതിൽ പോലും ഒരു 15 കൊല്ലമെങ്കിലും എടുക്കും. അപ്പം ഇതാണ് ചൈന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനം. കാരണം ഈ മേഖലയിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ ഈ 2 തരത്തിലാണ് ഈ അണുശക്തി കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ. ഒന്ന് SSBN എന്ന് പറയും. അത് സാങ്കേതിക പദം ഇതിനെ വിളിക്കുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ്. ഈ മുങ്ങിക്കപ്പൽ എന്നാണ്, മുങ്ങിക്കിടക്കുന്ന ഷിപ്പ് സബ്മേഴ്സിബിൾ എന്നാണ് അന്തർവാഹിനികൾ പിന്നെ നേവിയുടെ ടെർമിനോളജി. അടുത്തത് SSN എന്ന് പറയും. ആദ്യത്തെ കാറ്റഗറിയാണ് SSBN. രണ്ടാമത്തേത് SSN ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ. ആദ്യത്തേതിൽ അണുവായുധം മാത്രമായിരിക്കും. മിക്കവാറും അണുവായുധം ഘടിപ്പിച്ചതായിരിക്കും. അതിൻ്റെ മുഖ്യ ലക്ഷ്യം അതാണ്. രണ്ടാമത്തേത് അതല്ല. രണ്ടാമത്തേത് ക്രൂയിസ് മിസൈലുകളും അണുവായുധം അതിൽ കാണില്ല. ക്രൂയിസ് മിസൈലുകളും അതുപോലുള്ള ആയുധങ്ങളും ഘടിപ്പിച്ച് മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കാനും മറ്റ് കപ്പലുകളെ ആക്രമിക്കാനുമുള്ള ഒരു അന്തർവാഹിനിയാണ് SSN. ഇന്ത്യക്കുള്ളത് SSBN ആണ്. ഇന്ത്യ 6 SSNകളുടെ പണി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇന്ത്യ ഈ SSBNകളാകട്ടെ SSNകളാകട്ടെ ആദ്യം അരിഹന്ത് ക്ലാസ് വന്നു. ഇപ്പോൾ S5 എന്ന് പറയുന്ന 13,500 ടൺ ഭാരമുള്ള പുതിയ അന്തർവാഹിനികൾ പണിഞ്ഞു തുടങ്ങുകയാണ്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ പരമാവധി റേഞ്ച് ഓപ്പറേഷനിലായിട്ടുള്ള K4-ൻ്റേത് 3,500 കിലോമീറ്ററാണ്. K5-ഉം K6-ഉം യഥാക്രമം 6,000-ഉം 8,000 തൊട്ട് 10,000 വരെയും ആയിരിക്കും. ഈ മേഖലയിൽ ഇന്ത്യയുടെ ഒരു കുതിച്ചുചാട്ടമാണ് പാകിസ്ഥാനെ പരിഭ്രാന്തമാക്കിയിരിക്കുകയാണ്. അവർക്ക് പക്ഷേ മറ്റൊരു രക്ഷയുമില്ല. ഇന്ത്യ കാതങ്ങൾ മുന്നിലാണ് പാകിസ്ഥാനേക്കാൾ ഈ മേഖലയിൽ. എന്തായാലും ശരി, ചൈന ഈ പാകിസ്ഥാന്റെ കെണിയിൽ വീണില്ല എന്നുള്ളത് ദക്ഷിണേഷ്യക്ക് പൊതുവെ ഒരു സമാധാനം നൽകുന്ന ഒരു തീരുമാനമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വീണ്ടും അവരെ കാണാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു.